അങ്ങനെ ഒരു അപകടം പാർട്ടി പ്രതീക്ഷിച്ചതല്ല. കണക്ക് നോക്കാൻ കുഞ്ഞികൃഷ്ണനെ ഏൽപ്പിച്ചപ്പോൾ അത്തരത്തിലൊരു അപകടം പതിയിരിക്കുന്നത് അവരറിഞ്ഞതല്ല. കുഞ്ഞികൃഷ്ണൻ നോക്കുമ്പോൾ മുഴുവൻ കള്ളക്കണക്കാ. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ കാര്യത്തിലും ധാരാളം കുഴപ്പങ്ങളുണ്ട്. വകമാറ്റി പലയിടത്തും ചെലവഴിച്ചിരിക്കുന്നു. ഈ പണമൊക്കെ എവിടെ പോയി? 1 കോടിയോളം രൂപ. രക്തസാക്ഷി ഫണ്ടാണെന്ന് ആലോചിക്കണം. ഏറ്റവും വൈകാരികമായിട്ട് പാർട്ടി അണികൾ ചിന്തിക്കുന്ന ഒരു വിഷയമായത്. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ശേഖരിക്കുന്ന ഫണ്ട് അത് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ പിന്നെ എന്താണ് ഈ പാർട്ടിയെ കുറിച്ച് കരുതുക? അങ്ങനെ അത്തരം വളരെ വൈകാരികമായ ഒരു വിഷയമാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ഇപ്പോഴത്തെ TK ഗോവിന്ദൻ 25 വർഷമായിട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ആളാണ്. 10 കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്നു. തളിപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ അതിന്റെ ചുമതല ഗോവിന്ദനായിരുന്നു. അങ്ങനെയുള്ള ഒരു നേതാവ്, വളരെ സീനിയറായ നേതാവ്. ഇപ്പൊ ഈ കണ്ണൂർ ജില്ല ഭരിക്കുന്ന നേതാക്കളെക്കാളൊക്കെ വളരെ സീനിയറായ നേതാവ്. അദ്ദേഹം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിൽ കലാപക്കൂടി ഉയർത്തിയിരിക്കുക, ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ആരോപണം ചെന്നു തറയ്ക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നെഞ്ചത്താണെന്ന് ആലോചിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്.